Is it your first time at Kerala temple? I don't think so. I've been to several more. I've been to Tirupati. I have been to the Padmanabhan in Kerala also. But the atmosphere of this temple is so very different, and it's the first time ever I have visited Dhanvantari temple, because since we were small, whenever we used to take medicine, my mother always used to say Jai, Dhanvantari, and then have it, so the medicine will affect you more. And to come here and to be a devotee in this temple has been a wonderful experience for me. ഓഷധികളുടെ ദിവ്യഗന്ധം നിറഞ്ഞ് ഏതോ ശാദ്വല വനസ്ഥലിയുടെ മടിത്തട്ടിലെന്നവണ്ണം നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ശാന്തിയുടെ ഉറവിടമാകുന്നു. ഇവിടെ എത്തുന്ന ഭക്തർ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും നിറഞ്ഞ ഈ ക്ഷേത്രാന്തരീക്ഷത്തിൽ സർവരോഗ വിമുക്തരായി ശാന്തിയുടെ സമതലങ്ങളിലേക്കുള്ള ഒരു വഴിത്താര തങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞതിൻ്റെ ആനന്ദത്തോടെയാണ് മടങ്ങിപ്പോവുക പതിവ്. ക്ഷേത്രം നിർമ്മിക്കാനുള്ള കാരണം, ഈ ചികിത്സാലയം തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ ആര്യവൈദ്യൻ രാമവാര്യർക്ക് നിർബന്ധമായിരുന്നു ചികിത്സകൾ തുടങ്ങുന്നതിന് മുൻപായി ധന്വന്തരി ഭഗവാനെ പ്രതിഷ്ഠിക്കണം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി വേണം ഇവിടെ എല്ലാ വരുന്ന രോഗികൾക്കും ചികിത്സകൾ തുടങ്ങുമെന്ന്. ആ രീതിയിലാണ് കേരള സമ്പ്രദായ പ്രകാരം ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. ആയുർവേദത്തിൽ 3 വിധത്തിലാണ് ചികിത്സ: ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം. ആദിഭൗതികത്തിന് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഇവിടെ നടത്തി വരുന്നുണ്ട്. ആധ്യാത്മിക ചികിത്സ പല മഹാത്മാക്കളുടെയും സ്ഥിരം പ്രഭാഷണങ്ങൾ ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദിദൈവിക ചികിത്സയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ ക്ഷേത്രം. ഇവിടെ ജ്യോതിഷം ഞങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വരുന്ന ഏത് രോഗിക്കും എന്തുകൊണ്ടാണ് അവർക്ക് രോഗം വന്നത്, അത് കണ്ടുപിടിച്ച് അതിന് വേണ്ട നിവാരണം, അതിന് വേണ്ട പരിഹാരം ചെയ്യുവാൻ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും അവരുടെ ജാതകം നോക്കി അതിന് കാണുന്ന പ്രതിവിധികൾ, എല്ലാവിധത്തിലുള്ള പരിഹാര ഹോമങ്ങളും പൂജകളും നടത്തി. പക്ഷെ ഇന്നിപ്പോൾ വളരെയധികം തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഭക്തന്മാർ വളരെയധികം വന്ന് ഇവിടെ ധന്വന്തരിയുടെ അനുഗ്രഹമായി പോകുന്നുണ്ട്. ദിവസേന കാലത്ത് ധന്വന്തരി ഹോമം 108 ഔഷധങ്ങൾ ഹോമിച്ചുകൊണ്ട് അതിൻ്റെ മന്ത്രം പറഞ്ഞ് 5-6 പേർക്ക് ദിവസേന ഹോമം നടത്തുന്നുണ്ട്. അത് സുനാമി ബാധിച്ച ഭാഗങ്ങൾ പോലും ഞങ്ങളുടെ വൈദികന്മാരെ അയച്ച് ആ ഗ്രാമപ്രദേശങ്ങൾക്കും അല്ലെങ്കിൽ ആ കടൽ തീരത്ത് ബാധിച്ചവർക്കും സുഖം പ്രാപിക്കാൻ വേണ്ടി ഇതുമാതിരി പല ഭാഗങ്ങളിലേക്കും അയച്ചു കൊടുത്ത് പൂജകൾ ചെയ്തു വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ചുരുക്കത്തിൽ ഒരു നടന്നു വരുന്ന സമ്പ്രദായം. ഏകവും അദ്വൈതവുമായ ഈശ്വരന്റെ പ്രതീകമാകുന്നു നിലവിളക്ക്. വിളക്കിന്റെ കട ബ്രഹ്മാവ്, തണ്ട് വിഷ്ണു, മകുടം ശിവൻ. വിളക്കിലെ 5 തിരികൾ വയ്ക്കുന്ന ഭാഗങ്ങൾ ഗണേശൻ, മുരുകൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ദേവി എന്നിവരുടെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞവയാണ്. ഓർക്കുക, ഒരു തിരി കൊളുത്തുമ്പോൾ നമ്മൾ തെളിക്കുന്നത് വെറുമൊരു തിരി മാത്രമല്ല, ഈശ്വര ചൈതന്യത്തെ തന്നെയാണ്. ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ നാം പ്രകാശിപ്പിക്കുന്നത് ആ ചൈതന്യത്തിൻ്റെ സർവഭാവങ്ങളെയുമാണ്. എല്ലാവർക്കും വളരെ ക്ഷേത്രത്തിൻ്റെ പരിപാവനമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ജാതി മതഭേദമന്യേ എല്ലാവരും വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ ധന്വന്തരി ക്ഷേത്രം. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവിടെയുള്ള ഉത്സവവാദ്യം നടത്തുന്നത് ഞാൻ തന്നെയാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ, ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ എന്തെല്ലാം വേണമോ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാ ഭക്തന്മാർക്കും കൃത്യമായി വന്ന് തൊഴാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മനുഷ്യൻ്റെ എല്ലാവിധ അസുഖങ്ങളും മാറ്റാനുള്ള ഈശ്വരനായ ധന്വന്തരിയെ ഈ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട്
ആ ധന്വന്തരിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചികിത്സ തുടങ്ങാനും ആ ചികിത്സ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ മാറിപ്പോവാനും ഉള്ള കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടകം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പുനർനിർമ്മിതിക്കുള്ളതാണ് മലയാളികൾക്ക്. രസായനങ്ങൾ സേവിച്ച് കർക്കിടകക്കഞ്ഞി കുടിച്ച് ശരീരവും ആധ്യാത്മരാമായണ പാരായണത്താൽ മനസ്സും പുനർനിർമ്മിച്ചെടുക്കുവാൻ തുടങ്ങുന്ന എല്ലാവർക്കും ആയുസ്സിൻ്റെ വേദമായ ആയുർവേദത്തിൻ്റെ വൈദ്യനാഥനായ ഭഗവാൻ ശ്രീ ധന്വന്തരീമൂർത്തിയുടെ പുണ്യദർശനം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പുതുക്കി തീർക്കുന്ന രസായനമായി തീരട്ടെ. ക്ഷേത്രായനത്തിൻ്റെ നമസ്കാരം.